ഹലോ ഫ്രണ്ട്സ്, അഖിലേ ലേറ്റസ്റ്റ് റിവ്യൂ. അംബിക സംയുക്തയോട് പറയാം, ഈ ഒന്നാമത് പെണ്ണെന്ന വർഗത്തിനെ പ്രതാപന് കണ്ടുകൂടാ. സംയുക്ത ചോദിക്കുക, അതെന്താ പെണ്ണുങ്ങളെല്ലാം കൂടെ പുള്ളിക്കാരനെ എന്ത് ചെയ്ത്? പെണ്ണുങ്ങളെല്ലാവരോടല്ല, അവൻ്റെ ഭാര്യ അവനെ വഞ്ചിച്ചു. പത്മാവതി മേഡത്തെക്കുറിച്ചാണോ പറയുന്നത്? അവർ സൂര്യമംഗലത്തെ അല്ലയോ? അവരൊരു വലിയ കലാകാരിയല്ലയോ? ഞാൻ ഇതുവരെ അവരെക്കുറിച്ച് മോശമായിട്ടൊന്നും കേട്ടിട്ടില്ല. എന്നാലേ കേട്ട കാര്യം ഒന്നും അല്ല സത്യം. അത് സംയുക്ത മനസ്സിലാക്ക്. സത്യത്തിൻ്റെ മുഖം വളരെ വികൃതവാ. ചെറിയ ചതിയൊന്നും അല്ല അവൾ എൻ്റെ ആങ്ങളയോട് ചെയ്തത്. ആ പത്മാവതി പ്രസവിച്ച മകൾ പോലും എൻ്റെ അനിയൻ്റെതല്ല. മേഡം ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഋതികയോ? ഋതികയല്ല, അവൾ കത്രികയാ. അവൾ പ്രതാപൻ്റെ മകളല്ല. ചേച്ചി വെറുതെ അപവാദം പറഞ്ഞ് പരത്തല്ലേ. എടി സംയുക്ത, ഞാൻ പറയുന്നത് സത്യവാ. അവൾ പ്രതാപൻ്റെ മകളല്ല. അവൻ്റെ ജീവിതത്തിൽ അവളിങ്ങനെ വഞ്ചിച്ചതുകൊണ്ടാകാം അവന് നല്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു റെസ്പെക്റ്റാ. സംയുക്ത അവന് വലിയ ഇഷ്ടമാണ്, വലിയ റെസ്പെക്റ്റുവാ. ഞാനെൻ്റെ അനിയനെ എൻ്റെ മോനെ പോലെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് സംയുക്ത അവൻ ഇങ്ങനൊരു ചതി പറ്റിയിട്ടും ഞാൻ അവനെ ഇട്ടിട്ട് പോകാത്തത്. അവനെ എങ്ങനെയെങ്കിലും മാനസിക പിരിമുറുക്കത്തിൽ നിന്നും മോചിപ്പിക്കണം. അവന് നല്ല ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഒരു മഹാ അപരാധം, ഒരു കല്ല് വെച്ചെന്നോണ അംബിക സംയുക്തയോട് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം പ്രതാപൻ എന്തോ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുക. അംബിക അവിടെ ഒളിഞ്ഞു മാറി നോക്കിയിട്ട് മനസ്സിൽ പറയാം, വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന പോലെ ആ സംയുക്തയായിട്ട് എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് അടുപ്പിക്കണം. അങ്ങനെ മൊത്തത്തിൽ ആകെ വെടക്കാക്കിക്കൊണ്ട് എല്ലാവരുടെയും സ്വസ്ഥത അങ്ങ് തകരണം. കള്ളിയമ്പിക അങ്ങനെ പൊട്ടം പ്രതാപൻ്റെ അടുത്തോട്ട്, മോനെ പ്രതാപ എന്ന് വിളിച്ചോണ്ട് വരുക. അയ്യോ ചേച്ചിയോ? വാ ചേച്ചി. മോനെ, നിന്നോടൊരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന്. എന്താ ചേച്ചി ഇത്? എന്നോട് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ ചേച്ചിക്കൊരു മുഖവരയുടെ ആവശ്യമുണ്ടോ? എന്താണെന്ന് വെച്ചാൽ പറയേച്ചി. ഋതിക അംബിക അങ്ങോട്ട് പോയത് കണ്ടുകൊണ്ട് ഒളിഞ്ഞിങ്ങനെ നോക്കി നിൽക്കുക. രാജു പുറകെ വന്ന് ഞോണ്ടി ചോദിക്കും, എന്തായിരുന്നു ആ പോയിസൺ? അച്ഛൻ്റെ റൂമിലോട്ട് പോയിട്ടുണ്ട്. എന്താണെന്ന് വാ, നമുക്കൊന്ന് നോക്കാം. മോനെ, നമുക്ക് നാളെ പവിത്ര സിസ്റ്ററുടെ വീട് വരെ ഒന്ന് പോകണം. എന്തിനാ ചേച്ചി? മോനെ, സിസ്റ്ററുടെ ബർത്ത്ഡേയാ. നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് ആശംസ പറയാൻ പോകണ്ടേ? അതിനെന്താ ചേച്ചി, പോകാം. നമുക്ക് പോകുന്ന വഴിക്ക് ആ ടേണിങ്ങിന് ഗിഫ്റ്റ് വാങ്ങിച്ചാൽ പോരെ? ആ മതി മോനെ. രാജു, ആ കള്ളി അംബിക പറയുന്നത് കേട്ടാ, ഇങ്ങോട്ട് വന്നേ, നമുക്ക് അച്ഛൻ്റെ അടുത്തോട്ട് പോവാം. എന്നിട്ട് രണ്ടുപേരുടെ റൂമിനകത്തോട്ട് വരും. പ്രതാപന് വലിയ സന്തോഷം. ആ വാ ഇങ്ങോട്ട്. പെട്ടെന്ന് ഋതി, ആഹാ നാളെ പവിത്ര സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പം നമുക്കും പോകണ്ടേ രാജു? ആ പോകാൻ ഋതു നമ്മളോട് പോകുന്നതല്ലേ അതിൻ്റെ ഒരു മര്യാദ. അപ്പോൾ പ്രതാപൻ പറ, അതെന്തായാലും നല്ല കാര്യം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങ് പോകാം അല്ലേ ചേച്ചി? സിസ്റ്റർക്ക് എന്ത് ഗിഫ്റ്റാണ് കൊടുക്കേണ്ടതെന്ന് രാജു, ഋതിക നിങ്ങൾ തീരുമാനിച്ചോ? അംബികയുടെ നല്ല ജീവൻ അങ്ങ് പോയി. പെട്ടെന്ന് അംബിക, മോനെ പ്രതാപ, ഇവർ പിന്നെ പോയി കാണട്ടെ. നമുക്ക് ആങ്ങളയ്ക്കും പെങ്ങൾക്കൂടെ രാവിലെ പോവാം. അതെന്തിനാ ചേച്ചി? നമുക്ക് കുടുംബസമേതം എല്ലാവർക്കുമായിട്ട് പോകാമല്ലോ. എന്താ അത് പോരെ എന്ന് ചോദിക്കുമ്പോൾ രാജു, അത് മതി സാർ. എന്നാൽ ശരി പ്രതാപ എന്ന് പറഞ്ഞ് മൗനത്തോടെ അംബിക എഴുന്നേറ്റങ്ങ് പോയി. അതൊക്കെ ഇരിക്കട്ടെ രാജു, ഇപ്പം ശ്രീലക്ഷ്മിയുടെ അവസ്ഥ എങ്ങനെ? ഇപ്പോൾ കുറച്ച് ഭേദമുണ്ട്. അച്ഛാ, അമ്മിണി വൈദ്യരുടെ ചികിത്സ. അമ്മിണി വൈദ്യരുടെ? അതെ, കൊച്ചമ്മിണി വല്യമ്മൻ. ഓ, നമ്മുടെ കലാമണ്ഡലത്തിൻ്റെ. ആ, കുറച്ച് വൈദ്യമൊക്കെ അറിയാം സാർ. ആ ഹരീഷ് അങ്ങോട്ടങ്ങ് വരാറില്ലേ? ഇല്ല സാർ, അവരുടെ ലൈഫ് ഇങ്ങനെ ആക്കുന്ന ആ രുക്മിണിയാണ്. എന്തൊക്കെ ആയാലും ശ്രീലക്ഷ്മിയായിട്ടുള്ള ഹരീഷിൻ്റെ പിണക്കം മാറ്റണം. അതിനി അങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല. അവരെ രണ്ടുപേരെ ഒരുമിപ്പിക്കണം. ശരി സാർ, എന്നാൽ നിങ്ങൾ പൊയ്ക്കോ. ഈ സമയം ദീപക്കാണെങ്കിൽ ഒരു റൂമിലിരുന്ന് ഇങ്ങനെ വലിയ സങ്കല്പങ്ങളൊക്കെ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആ അനന്തൻപിള്ളയുടെ മകൾ നന്ദന എങ്ങനെ ഇരിക്കും? അനന്തനങ്കിൾ എന്നെക്കുറിച്ച് എല്ലാം അവളോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയെപ്പോലെ അവളും വെറും പാവമാണെന്നാണ് അങ്കിള് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവളെ ഒന്ന് വിളിച്ചുകളെ എന്നും പറഞ്ഞ് അനന്തൻപിള്ള തന്ന നമ്പർ തപ്പിപ്പിടിച്ച് ദീപക്ക് വിളിക്കുക. അപ്പോഴൊരു പെൺകുട്ടി ഫോൺ എടുക്കുന്നു. ഹലോ, ആരാണ്? ഞാൻ ദീപക്കാണ്. അനന്തൻപിള്ളയെങ്കിൽ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ആ, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ദീപക്കേട്ടൻ എന്നെ വിളിക്കുമെന്നും പറഞ്ഞിരുന്നു. എന്താ പിന്നെ വിളി വൈകിപ്പോയത്? അല്ല, ഇത് അമേരിക്ക തന്നെ അല്ലേ? ഈ പട്ടാഭിയും തൃക്കാലയൊന്നും അല്ലല്ലോ. അതെന്താ അങ്ങനെ ചോദിച്ചത്? ഇത് ന്യൂയോർക്കാ. പേര് നന്ദനയെന്നല്ലേ? അതെ, എൻ്റെ പേര് നന്ദന. എന്താ ദീപക്കേട്ടൻ ആ പേര് അത്രയ്ക്ക് ഇഷ്ടമായോ? അയ്യോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ നന്ദു എന്ന് വിളിക്കാം, അല്ലെ നന്ദുവി എന്ന് വിളിക്കാം? അയ്യോ, അങ്ങനെ വിളിക്കണ്ട. നന്ദുവി എന്ന് വെച്ചാൽ പഴംതുണി എന്ന അർത്ഥം. നന്ദനയുടെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. നമുക്ക് ഒത്തിരി നേരം സംസാരിച്ചിരുന്നാലോ? അയ്യോ, അത് പറ്റില്ല. ഞാനിപ്പോൾ കോളേജിലേക്ക് പോവുക. ഇന്നാണെങ്കിൽ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്, എൻ്റെ നൃത്തവും ഉണ്ട്. ദീപക്കേട്ടൻ വരുമ്പോൾ നമുക്ക് നേരിൽ കാണാം. നൃത്തം കഴിഞ്ഞ് വരുമ്പോൾ നന്ദനെ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കുമോ? ഞാൻ അങ്ങനെ ഫോൺ ഉപയോഗിക്കാറില്ല. സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്ക് താല്പര്യവും ഇല്ല. എന്നാൽ എനിക്ക് സമയമായേ, ഞാൻ ഫോൺ വെക്കുവാണേ എന്നും പറഞ്ഞാൽ കുട്ടി ഫോൺ വെച്ച്. ദീപക്ക് പറയാം, ഇത് USA ആന്ന് പറഞ്ഞിട്ട് പഴങ്കഞ്ഞിയും പപ്പടം പോലെ ഉണ്ടല്ലോ. ഇനി എണ്ണയൊക്കെ വാരിത്തേച്ച് ചന്ദനവും തൊട്ട് നടക്കുന്ന ഏതെങ്കിലും അലവലാതിയാണോ? ഇനിയൊരു ഫോട്ടോ സംഘടിപ്പിക്കാൻ എന്താ ഒരു മാർഗം? ചിലപ്പോൾ നാടനാണെങ്കിലും കാണാൻ മോശമില്ലായിരിക്കും. ഈ സമയം ഋതിക രാജുവിനോട് പറയാം, രാജു, ഈ അച്ഛന് കണ്ട മനക്കലൊക്കെ തെണ്ടി നടക്കേണ്ട കാര്യം എന്തുവാ?
ഋതു അതിന് വർമ്മസാറ് മനഃപൂർവ്വം പോകുന്നതല്ലല്ലോ, ആ അംബിക തള്ളിക്കൊണ്ട് പോകുന്നതല്ലേ. അല്ലെങ്കിൽ തന്നെ വർമ്മസാറിന്റെ ഭാഗത്ത് എന്താ തെറ്റുള്ളത്? സാറിന്റെ ഭാഗം റൈറ്റ് അല്ലേ? തന്റെ ജീവൻ രക്ഷിച്ച ഒരു സ്ത്രീയോടുള്ള കടപ്പാട്. ഈ അംബിക വിളിച്ചുകൊണ്ട് പോയി പെടുത്താതിരുന്നാൽ മതി. അവർ പെടുത്തും രാജു. അവരെന്നോടും അമ്മയോടുമുള്ള ദേഷ്യത്തിന് എൻ്റെ അച്ഛനെ അവരവിടെ കൊണ്ടുപോയി പെടുത്തും. ഇതൊന്ന് അവസാനിപ്പിക്കാൻ എന്താ ഒരു മാർഗം? നമുക്ക് അമ്മയെ വിളിച്ചൊന്ന് ആലോചിച്ചാലോ ഋതു? ആ ശരിയാ രാജു, ഞാനൊന്ന് അമ്മയെ വിളിക്കട്ടെ. അമ്മയെ ഞാൻ വിളിച്ചതേ ഒരു കാര്യം പറയാൻ. എന്താ മോളെ? അതൊരു വലിയ വിഷയമുണ്ടായി. എൻ്റെ കൂടെ രാജു ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഞാൻ അമ്മയോട് പറയാം എന്നും പറഞ്ഞ് അംബിക വന്ന പ്രതാപനോട് സംയുക്തയുടെ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞതൊക്കെ ഇങ്ങനെ പറയുവാണ്. അത് കൊള്ളാമല്ലോ മോളെ. അപ്പം കാര്യങ്ങളൊക്കെ അവരവിടെ കൊണ്ടെത്തിച്ചോ? ആ പാവം കൊച്ചിനെ പ്രതാപേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിരിക്കും അവരുടെ പ്ലാന്. അമ്മ, അവർക്ക് നമ്മളോട് മാത്രമല്ല അച്ഛനോടും തീരാത്ത പകയാ. ഒരു കാര്യം ചെയ്യാം മോളെ, സംയുക്തയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഈ സംയുക്തയുടെ പിറന്നാളൊക്കെ അംബിക ക്രിയേറ്റ് ചെയ്തതാ. ഞാൻ എന്തായാലും സംയുക്ത ഒന്ന് വിളിക്കട്ടെ. മോൾ ഫോൺ വെച്ചേരെ. അങ്ങനെ പത്മാവതി സംയുക്തയെ വിളിക്കുക. ഞാൻ സൂര്യമംഗലത്തിലെ പത്മാവതി. അയ്യോ ചേച്ചിയോ? എന്താ ചേച്ചി? ഋതുമോളെ വിളിച്ചൊരു കാര്യം പറഞ്ഞു. അതായത് നാളെ സംയുക്തയുടെ പിറന്നാളാണെന്ന് അംബിക പറഞ്ഞെന്ന്. അയ്യോ ചേച്ചി, പിറന്നാളോ? എൻ്റെ പിറന്നാൾ ചിങ്ങമാസത്തിലെ ചിത്തിരയാ. അതിന് ചേച്ചി ഇനി 3-4 മാസം കൂടി കിടക്കുമല്ലേ. എന്നാൽ പിറന്നാൾ ആശംസകൾ പറയാനായിട്ടേ പ്രതാപേട്ടനും ചേച്ചിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. എനിക്ക് ഈ വിസിറ്റിനെ കുറിച്ച് യാതൊരു അറിവില്ല ചേച്ചി. ആ അംബിക അത്ര ആള് ശരിയൊന്നും അല്ല. അവർക്കെന്തോ മോശമായ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. സംയുക്തെ അവരാരെയും ചതിക്കും. സംയുക്തെ അവരുടെ ചതിയിൽ പോയി വീഴരുത്. ഞാൻ ഒരിക്കലും ആ ചതിയിൽ വീഴില്ല ചേച്ചി. വരുന്നെങ്കിൽ വരട്ടെ. ഞാൻ ദൂരെ എവിടെയെങ്കിലും ജോലി തേടി പോവുകയാണെന്ന് വർമ്മസാറിനോട് പറയും. അങ്ങനെ പറഞ്ഞ് ഞാനത് അവസാനിപ്പിച്ചോളാം. പിന്നെ ഋതികയുടെ ടെൻഷനൊന്നും ആകണ്ടെന്ന് പറയാൻ സംയുക്ത എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുവാണ്. പത്മാവതി ഋതിയെ വിളിച്ചിട്ട് പറയുന്നത്, മോളെ സംയുക്തയുടെ പിറന്നാളൊന്നും അല്ല, അവൾ ഈ വിവരം അറിഞ്ഞിട്ട് പോലും ഇല്ലെന്നാണ് സംയുക്ത പറഞ്ഞത്. അതൊക്കെ അംബിക വൈറസ് ഉണ്ടാക്കിയതെന്ന് അപ്പോഴേ അറിയാം. പിന്നെ സംയുക്ത ഒന്നുകൂടെ പറഞ്ഞു, മോളോട് ടെൻഷൻ ആകണ്ടെന്ന്. ഇതൊക്കെ സംയുക്ത അവസാനിപ്പിച്ചോളാന്ന്. അങ്ങനെ എന്തൊക്കെയോ പത്മാവതി ഋതികയോട് പറയുവാണ്. മോളും രാജു ഇനി അവരോടൊപ്പം സംയുക്തയുടെ വീട്ടിലോട്ടൊന്നും പോകണ്ട. രാജു, ഈ അംബികയ്ക്ക് ഇതിനൊരു ഉഗ്രൻ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുക്കണം. അതിനെന്താ ഡാർലിങ്, ഞാനല്ലേ കൂടെ ഉള്ളത്. ഇലക്ട്രിക് ഷോക്ക് തന്നെ കൊടുത്തേക്കാം. ഈ സമയത്ത് കൊച്ചമ്മണി ശ്രീലക്ഷ്മിക്ക് കൊടുത്ത മരുന്നൊക്കെ കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു ശ്രീലക്ഷ്മിയുടെ മുഖത്തൊരു പ്രകാശമൊക്കെ കാണുന്നത്. അത് കണ്ടിട്ട് കൊച്ചമ്മണി പറഞ്ഞു, അയ്യോ എൻ്റെ മോടെ മുഖം ഒന്ന് തെളിഞ്ഞല്ലോ. എൻ്റെ മോടെ മുഖം ചന്ദ്രൻ ഉദിച്ച പോലുണ്ട്. ഇത് പ്രിയ അവിടെ നിന്ന് കാണുന്നുണ്ട്. ഭയങ്കര കലിയും വരുന്നുണ്ട് പ്രിയയ്ക്ക്. കൊച്ചമ്മണി വലിയ സന്തോഷത്തോടെ, രാധമ്മേ, എൻ്റെ അസിസ്റ്റൻറ്റ് വൈദ്യരെ, വേണുവാശാനെ എന്നെല്ലാവരും എളുപ്പം ഇങ്ങോട്ട് ഓടിവാ. വേണുവട്ടനും രാധമ്മ അങ്ങോട്ട് ഓടി വരിക. അയ്യോ എന്താമ്മേ, നമ്മുടെ മോടെ മുഖത്തോട്ടൊന്ന് നോക്കിക്ക്. പ്രിയ അത് കണ്ടിട്ട് പല്ല് കടിച്ചിട്ട് പറയും, ആഹാ, ഇപ്പം ഇവളായോ അവരുടെ മോള്? ഞാൻ മരുമോളാണെന്ന കാര്യം ഇവരങ്ങ് മറന്നുപോയോ? നോക്കിക്കാരാതമ്മേ, മുഖത്തൊരു വെട്ടം വന്നില്ലേ? ആ മൂശേട്ട മുഖമൊക്കെ അങ്ങ് മാറിയില്ലേ? അയ്യോ അമ്മ പറഞ്ഞത് ശരിയാ. ഇപ്പം ആ ക്ഷീണമൊക്കെ അങ്ങ് മാറി. ഇപ്പം ശ്രീലക്ഷ്മി പഴയതിനേക്കാൾ സുന്ദരിയായി. വേണുവട്ടന് ഭയങ്കര സന്തോഷം. കൊച്ചമ്മണി അങ്ങ് പുകഴ്ത്തുക. വൈദ്യ ശിരോമണിയാണല്ലോ ഈ അമ്മ. ഇതൊക്കെ എൻ്റെ അച്ഛൻ പാൽക്കാവടി പത്മനാഭൻ വൈദ്യൻ്റെ ഗുണമാണ്. ആ വൃത്തികെട്ട രുക്മിണിയുടെ ബന്ധുവാ നമ്മളെന്ന് ആരോടും പറയണ്ട. ആ വൃത്തികെട്ട ജന്തുക്കളാ നിങ്ങൾ. അമ്മേ, ഞാൻ രാജുവിനോട് ഋതുമോളോട് ഒന്ന് വിളിച്ചു പറയട്ടെ, അമ്മയുടെ മറുമരുന്നിന് ഫലം കണ്ടെന്ന്. മോളെ ഋതുമോളെ, ഒരു സന്തോഷകാര്യം പറയാനാ വിളിച്ചത്. എന്തു വരാതമ്മേ? അതെ, അത് നമ്മുടെ വൈദ്യർ കൊച്ചമണിയമ്മയുടെ മരുന്നിന്റെ ഫലം കണ്ടു തുടങ്ങി. ശ്രീമോടെ ടെൻഷനും അസുഖവും ഒക്കെ കുറവുണ്ട്. അയ്യോ മാറിയോ രാജു? ശ്രീലക്ഷ്മിയുടെ അസുഖമൊക്കെ മാറിയെന്ന്. രാധമ്മേ, ശ്രീയോട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ. ഞങ്ങൾ നാളെ രാവിലെ അങ്ങ് വരാവേ. ഓക്കെ മോളെ. പ്രിയ അങ്ങനെ ദൂരെ മാറി നിൽക്കുന്ന കണ്ടോണ്ട് രാധമ്മ, മോളെ, ശ്രീയുടെ അസുഖത്തിന് ഒരുപാട് മാറ്റമുണ്ട്. അതിന് ഞാനെന്ത് വേണം? ദേഷ്യത്തോടെ പറഞ്ഞിട്ട് പ്രിയ അകത്തോട്ടങ്ങ് പോയി. വേണുവേട്ടൻ ചിരിച്ചോണ്ട് പറ, ശ്രീലക്ഷ്മിയുടെ ബാധ പ്രിയയ്ക്ക് കിട്ടി. ഇനി പ്രിയയും ചികിത്സിക്കണം. എന്തായാലും ദൈവത്തിന് നന്ദി, കൊച്ചിൻ്റെ അസുഖം മാറിയല്ല. വേണുവേട്ട സന്തോഷത്തോട് പറയാം, ഞങ്ങൾക്ക് അമ്മയോടാണ് നന്ദി പറയേണ്ടത്. 1000 നന്ദി. കൊച്ചമ്മയുടെ കണ്ണ് കലങ്ങുക. എന്നിട്ട് പറയാം, കണ്ടാലൊരു ലുക്കില്ലെന്നേ ഉള്ളൂ വേണുവാശാനെ. സവാള പോലെയുള്ള ഒരു ഹൃദയമാണ് എൻ്റെത്. എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. സവാള പൊളിക്കുമ്പോൾ പലരുടെയും കണ്ണുനീറും നീറ്റലും ഉണ്ടാവും. യാമിനി രാജുവിനോട് ഋതികനും ചോദിക്കുന്നു, എല്ലാവരും കൂടെ പിറന്നാളാശംസകൾ നേരാൻ പോവുമായിരിക്കും. അയ്യോ ചെറിയമ്മ, ഞങ്ങളില്ല. പിന്നെ അവരോടൊപ്പം പോകുന്നെന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ട് വരട്ടെ മേഡം. നമ്മളെ അടിക്കടിക്ക് വിറപ്പിച്ചോണ്ടിരിക്കുന്ന അംബികയ്ക്കിട്ടൊരു പണി കൊടുക്കണ്ടേ ചെറിയമ്മേ? അത് അത്യാവശ്യം മോളെ. എന്നാൽ അതിനു വേണ്ടി ഒരു വഴിക്ക് ഞങ്ങൾ പോവുക. അതൊക്കെ സസ്പെൻസാ ചെറിയമ്മേ, വന്നിട്ട് പറയാം. അപ്പോൾ തന്നെ പ്രതാപനും അംബികയും കൂടെ ഒരുങ്ങി താഴോട്ട് ഇറങ്ങി വരിക. മക്കളെ, നിങ്ങൾ റെഡിയായോ? അച്ഛാ, ഞങ്ങൾ വരുന്നില്ല. അതെന്താ? നിങ്ങളും കൂടി വരാമെന്ന് പറഞ്ഞതല്ലേ? പറഞ്ഞതാച്ചാ. പക്ഷേ വേണുവങ്കൾ ഇപ്പോൾ വിളിച്ച് പറഞ്ഞു, രാജുവിന് എന്തോ ഒരു വലിയ അത്യാവശ്യമുണ്ട് അവിടെ. രാജുവിന് അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ പോയിട്ട് വാ. എന്തായാലും ഞാനും ചേച്ചി അവിടം വരെ പോയിട്ട് വരാം.
അംബിക ഹൃതിയെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് മനസ്സിൽ പറയാം, ഇവൾക്ക് എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടല്ലോ. അങ്ങനെ പ്രതാപൻ അംബികയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ചെറിയമ്മ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് രാജുവും ഹൃതിയും പോവുകയാണ്. അങ്ങനെ രാജുവും ഹൃതിയും കൂടെ ഒരു വലിയ അപ്പാർട്ട്മെന്റിന്റെ താഴെ വന്ന് നിൽക്കുക. രാജു ഇതാണെന്നാ തോന്നുന്നത്. ഇത് തന്നെ അറിതു, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് പരിചയമുള്ള ഒരാളാണ് പറഞ്ഞത്. എൻ്റെ ഒരു ഫ്രണ്ട് ഫെബിന, ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്തിനൊരു ഉറപ്പ് വരുത്താം. അങ്ങനെ ഫെബിനെ വിളിച്ച്, എടാ നീ പറഞ്ഞ ഫ്ലാറ്റ് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അവരോട് ഉണ്ട് രാജു, റൂം നമ്പർ 12 അങ്ങനെ രാജുവും ഹൃദയങ്ങൾ ആ ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയോട് പറഞ്ഞു, മുൻ MLA മേനോൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ഈ സമയം സംയുക്തയുടെ അനിയത്തിയും ആങ്ങളയോട് അപ്പൂപ്പനോട് ചോദിക്കുന്നു, അപ്പൂപ്പൻ്റെ പുരാണകഥയുടെ സ്റ്റോക്കൊക്കെ തീർന്നോ? പുരാണകഥ തീരാനോ? എന്താ കുട്ടിയെ ഈ പറയുന്നത്? അതിങ്ങനെ കിടക്കുമല്ലേ ഭഗവാന്റെ കഥകൾ. എന്താ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം? തേജി ചേച്ചിയെ കൊണ്ട് ചോദിപ്പിച്ചതാണോ? അതെ, ഇവൻ പറയുക അപ്പൂപ്പൻ്റെ പുരാണ കഥകളുടെ സ്റ്റോക്കൊക്കെ തീർന്നെന്നും പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുവാണെന്നും അവന് ബോറടിക്കുന്നെന്നും. ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കാതെ 4 അക്ഷരം പഠിക്കാൻ നോക്കൂ കുഞ്ഞേ. അപ്പോഴങ്ങോട്ടൊരു കാറിൽ പ്രതാപനും അംബികയും വരുവാണ്. ആ തിരുമേനി കണ്ടിട്ട്, അയ്യോ പ്രതാപവർമ്മ സാറല്ലേ വരുന്നത്, ശിവ ശിവ. അയ്യോ നമസ്കാരം, പ്രതാപവർമ്മ സാറൊക്കെ ഈ മനക്കലോട്ട് വരുവോ? എന്തായി കാണുന്നത്? ഇങ്ങോട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ് അവരെ അവിടെ ഇരുത്തുന്നുണ്ട്. എന്തൊക്കെയുണ്ട് തിരുമേനി വിശേഷങ്ങൾ? എന്ത് വിശേഷം? ഈ കുട്ടികളൊക്കെ ഇത് ജ്യോതി എന്ന് വിളിക്കും, ഇത് തേജസ് തേജു എന്ന് വിളിക്കും. അപ്പോഴംബിക കൊണ്ടുവന്ന് എന്തോ പലഹാരം ആ കൊച്ചിൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. മക്കൾ എത്രയിലൊക്കെയാണ് പഠിക്കുന്നത്? പെൺകുട്ടി പറയുന്നത് ഞാൻ 7th. മോനോ? ഞാനിപ്പോൾ പഠിക്കാറേ ഇല്ല. പ്രതാപൻ ഇങ്ങനെ നോക്കുമ്പോൾ ആ തിരുമേനി പറയുന്നത്, മക്കളെ നിങ്ങൾ അകത്തോട്ട് ചെല്ലും. ഇളയ കുട്ടിയെ സ്കൂളിൽ വിടാറില്ല പ്രതാപ, ഞാൻ പറഞ്ഞില്ലേ അതിന് ഹാർട്ടിന് പ്രോബ്ലമാണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുക. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നുമില്ല, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് സഹിക്കാൻ പറ്റില്ല. ഇവരുടെ അച്ഛനും അമ്മയെക്കുറിച്ച് ഇതുവരെയും ഒരു വിവരവും കിട്ടിയില്ലേ തിരുമേനി? ഇല്ല സാറേ, വർഷം 7 കഴിഞ്ഞു. ഒരു രാത്രി വള്ളത്തിൽ കയറി അക്കരയ്ക്ക് പോയതാ, പിന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. കൂടെ വന്നിരിക്കുന്ന അംബിക കൊലകാരിയാണ് അവരെ കൊന്നതെന്ന് ആർക്കും അറിയില്ല. അന്വേഷണങ്ങളൊക്കെ നടത്തിയായിരുന്നോ തിരുമേനി? പിന്നെ നാട്ടിലുള്ള പൊട്ടക്കിണറ്റ് വരെ ഫയർഫോഴ്സുകാർ നോക്കി, പക്ഷെ ഒരു ഫലവും കണ്ടില്ല. ആരുടെയൊക്കെ ശാപമാണെന്ന് അറിയില്ല വർമ്മ സാറേ. ഇപ്പം ജീവിക്കുന്നത് തന്നെ മരിക്കാൻ പേടിയുള്ളത് കൊണ്ടാണ്. അംബിക തിരുമേനിയോട് ചോദിക്കുന്നു, മോളില്ലേ ഇവിടെ? അവൾ കുളിക്കുവാണെന്ന് തോന്നുന്നു, ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് തിരുമേനി അകത്തോട്ട് പോവുക. ഈ സമയം ദീപക്ക് US പറക്കാൻ അവൻ്റെ തുണികളൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി പെട്ടിയിലോട്ട് വെച്ചുകൊണ്ടിരിക്കുക. രാജുവും ഹൃതി അവൻ്റെ റൂമിൻ്റെ വാതുക്കൽ എത്തിക്കഴിഞ്ഞു. എന്തായാലും സർപ്രൈസ് കൊടുത്ത് കയറി ചെല്ലാൻ പറ്റില്ല. അവിടെ എന്നെ ആരാണ് പിക്ക് ചെയ്യാൻ വരുന്നത്? എന്തായാലും ഒരു കാര്യം ചെയ്യാം, നന്ദനയ്ക്കൊരു മെസ്സേജ് കൊടുക്കാൻ ഞാൻ വരുന്നുണ്ടെന്നും പറഞ്ഞു. നന്ദന, ഐ ആം ലീവിങ് ടുഡേ. ഹൃതികയും രാജുവും റൂമിൻ്റെ പുറത്ത് നിൽക്കുക. എന്നിട്ട് ഹൃതിക കഥകെ തട്ടുക. ദീപക്ക് വെപ്രാളത്തോട് ആരാ എന്ന് ചോദിക്കുമ്പോൾ ഹൃതിക സ്വരം മാറ്റിയിട്ട് റൂം സർവീസിനാണ് സാർ എന്ന് പറയുന്നുണ്ട്. ദീപക്ക് അങ്ങോട്ട് വേഗം വന്ന് ഡോറ് തുറന്ന് നോക്കുകയും രാജുവിനെയും ഹൃതികയാണ് കാണുന്നത്. അവൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി. അവനിങ്ങനെ ഞെട്ടി നിൽക്കുക. പെട്ടെന്ന് ദീപക്ക് കഥ അടയ്ക്കാനായിട്ട് നോക്കുമ്പോൾ രാജു അവൻ്റെ നെഞ്ചത്തൊരു ഒറ്റ തൊഴി. ആ തൊഴിയും കൊണ്ട് ദീപക്ക് തന്നെ കട്ടിലേ പോയി വീണ്. നീ ഞങ്ങളെ കൊല്ലാൻ നോക്കുക അല്ലേടാ എന്നും പറഞ്ഞ് അടിച്ച് പൊട്ടിക്കുവാണ് എൻ്റെ ചെവിക്കുറ്റിയല്ല. അപ്പോൾ ഫ്രണ്ട്സ്, ദീപക്കിൻ്റെ USA പോക്ക് ഗോവിന്ദ. അംബികയ്ക്കുള്ള വലിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. ദീപക്ക് രാജുവിൻ്റെയും ഹൃതികയുടെയും കസ്റ്റഡിയിലാണെന്നുള്ളത്. ഇനി അംബികയ്ക്ക് ഹൃതികയുടെയും രാജുവിൻ്റെയും പത്മയുടെയും നേരെ അനങ്ങാൻ കഴിയില്ല. സംയുക്ത വെച്ചുള്ള കളി അവൾ അവസാനിപ്പിക്കും. ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.